വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസ് ചെയ്യാനായിട്ട് ബാങ്കിനെ സമീപിക്കാതെ, അല്ലെങ്കിൽ ഒരു ഫൈനാൻസിനെ സമീപിക്കാതെ, അല്ലെങ്കിൽ കഴുത്തിൽ കിടക്കുന്ന മാല പണയം വയ്ക്കാതെ എങ്ങനെ ബിസിനസ്സിന് നമുക്ക് ഫണ്ട് കണ്ടെത്താം. അതിന് നിങ്ങൾക്ക് വേണ്ടത് ബിസിനസ് ചെയ്യാനുള്ള ഒരാഗ്രഹവും ഒരാശയവും മാത്രം മതി. നിങ്ങൾ വീടുകളിൽ ഇരുന്നാണ് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഫിഷ് മസാലയുടെ ഒരു പൗഡർ പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതേ മീൻ നമ്മൾ വേറൊരിടത്തുനിന്ന് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം തലമുറകളായിട്ട് പകർന്നു വന്നിരിക്കുന്ന ആ ഒരു റെസിപ്പിയാണ് ആ മീൻ കറിയിൽ അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ടേസ്റ്റായിട്ട് തോന്നും. രുചി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികൾ പോലും നമ്മുടെ ലോകത്തില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു രുചിയെ നമുക്ക് ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങളൊരു ഫിഷ് മസാലയുടെ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയാസുകളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഒന്ന് ആഗ്രഹം, ഒന്ന് ആശയം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മുമ്പ് പറഞ്ഞു, ഫിഷ് മസാലയുടെ ഒരു റെസിപ്പി നമ്മളൊരു ബിസിനസ് ആശയമാക്കി കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീട്ടിലെ പാത്രങ്ങളൊക്കെ തന്നെ മതി. നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് മതി, വറുത്ത് ഇത് പൊടിച്ചെടുക്കാനായിട്ട് സ്വന്തം മിക്സി മതി. അങ്ങനെ നിങ്ങളുടെ ആ കയ്യിലുള്ള സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് 1 കിലോ ഫിഷ് മസാല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലിസ ആപ്ലിക്കേഷൻ വഴി മാർക്കറ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പല അമ്മമാർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണെന്ന് പോലും അറിയത്തില്ല. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലിസ ആപ്ലിക്കേഷൻ നിൽക്കുന്നത്. നമുക്കൊരു പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിലൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചൊക്കെ നമുക്കിപ്പം പരസ്യ വീഡിയോ ഒക്കെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പൈസ മതി ഒരു പ്രോഡക്റ്റിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട്, അഡ്വർടൈസ് ചെയ്യാനായിട്ട്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വന്നുകൂടാം. ആ ഓർഡേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ആ പഴയ പാത്രങ്ങളോ സ്റ്റൗവോ മിക്സിയോ ഒന്നും പോരാതെ വരുന്ന ആ സമയത്ത് അതിന് നിങ്ങൾക്ക് മെഷീനറികൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് ബാങ്കിനെയാണ്. ബാങ്കിൽ ലോണിന് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്തായിരിക്കും എന്ന് ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ബാങ്കിനെ സമീപിക്കുന്നത് പ്രായോഗികമല്ല. കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ ലോൺ കൊടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം അവർ തിരിച്ചടയ്ക്കുമോ, അവരെങ്ങനെ മാർക്കറ്റ് ചെയ്ത് വിജയിച്ച് വരുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്താം? അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ രുചികരമായ രീതിയിൽ, രുചിയുള്ള സാധനമാണെങ്കിൽ, ഗുണമേന്മയുള്ളതാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തി ലിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരും. അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിലൂടെ ലിസ ബാഗ് വാങ്ങുക. ലിസ ബാഗ് വാങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു NFC കാർഡ് ആ കൂട്ടത്തിൽ കിട്ടും. അതുമായിട്ടൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പം അതിലൂടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങി തുടങ്ങുകയും ലിസ ബാഗ് ബുക്ക് ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്, നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് പ്രോഡക്റ്റ്, ആ ഫിഷ് മസാല നമ്മുടെ ഗ്രൂപ്പിലൂടെ അത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങും. അത് കൂടുതൽ ആൾക്കാരിൽ എത്തുകയും കൂടുതൽ ഓർഡേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ നിങ്ങൾക്ക് തരും. അതാണ് ലിസ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. സത്യത്തിൽ ഇതൊരു കമ്മ്യൂണിറ്റി ബിസിനസ്സാണ്. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഒന്നും ചെയ്യാതെ ഒന്നും നേടുവാൻ സാധിക്കത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങളൊരു ബാങ്കിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ പേപ്പേഴ്സുകളെല്ലാം ക്ലിയർ ചെയ്യണം. ഒരു 3-4 മാസം നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അതേസമയം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ലാഭവിഹിതം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ തുക കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് തരും.
അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വരും. അങ്ങനെ കൈ വന്ന് നിങ്ങളത് കൂടുതൽ ആൾക്കാരിലേക്ക് മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ഡെവലപ്പായി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ചെറിയൊരു ലാഭവിഹിതം ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്താൽ മതി. എന്നാലും നിങ്ങൾക്ക് അത് ബാങ്കിൻ്റെ അത്രയും ഒരു വലിയ ബാധ്യത വരത്തില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാകുന്ന എല്ലാവർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിലൂടെ വരുമാനം കണ്ടെത്താൻ സാധിക്കും. ബിസിനസ്സിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഈ ലിസ ആപ്ലിക്കേഷൻ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് നമ്മൾ തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ പല ആൾക്കാർ അത് ബുക്ക് ചെയ്തു, ബാഗ് ബുക്ക് ചെയ്തു. എന്നാൽ നമുക്ക് പിന്നെ ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടോ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചില ആൾക്കാർക്ക് ബാഗ് കൊടുക്കാൻ സാധിക്കാതെ വന്നത്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞു, NFC കാർഡ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. NFC കാർഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാവിയിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന എല്ലാത്തിൻ്റെയും ലാഭവിഹിതം നിങ്ങൾക്ക് ആ NFC കാർഡ് വഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഗുണം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലാഭവിഹിതവും നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്ന ഒരു സംവിധാനമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ മുമ്പോട്ട് വരും. അതുപോലെ തന്നെ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ലിസ ബാഗ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിസ ബാഗിൻ്റെ കൂടെ നമ്മളൊരു NFC കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ആ വെബ്സൈറ്റ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ വാങ്ങുന്ന എല്ലാ പ്രോഡക്റ്റുകളിലും ലാഭവിഹിതം നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലൂടെ കാണുവാൻ സാധിക്കും. NFC കാർഡ് വഴി നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. അതായത് ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ടെക്നോളജിക്ക് അനുസരിച്ച് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ലിസ ബാഗ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിസ ബാഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.